കാളയ റോഡ് പള്ളി. ഓക്കെ. ചിക്കൻ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ടേക്ക് എ വ്ളോഗ്. അപ്പോൾ എങ്ങോട്ടാണ് പോകണ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം. ബൈ, വാച്ച് ദ വീഡിയോ. പിന്നെ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് വീഡിയോ കാണാം. സോ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണം? കാളയ റോഡ് പള്ളി. ഓക്കെ, നമ്മൾ പള്ളിക്കാണ് പോണത്. അത് നമ്മളോട് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരുണ്ട്. പിന്നെ എൻ്റെ ഉമ്മമ്മയുടെ ഉമ്മ, പിന്നെ എൻ്റെ ഉമ്മയുടെ ഒരു മാമ ഫാമിലി, സോഫിയമ്മായി കുട്ടികൾ, പിന്നെ 2 അമ്മായിമാരും, ഉമ്മയുടെ 2 അമ്മായിമാരാണ് ഉള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിലാണെങ്കിൽ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ ഉപ്പാനോട് എന്തേലും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ഇതാ അബി ഞങ്ങളുടെ വണ്ടിയിൽ കയറി. അപ്പോൾ അവന് ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയാണെങ്കിൽ ഇതാ നല്ല രസമായിരുന്നു. ഞാനാണെങ്കിൽ നല്ല ഉറക്കം. അപ്പോൾ ഉപ്പ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ കാളിയാറോട് പള്ളി എത്തി. ഞാൻ കുഞ്ഞുനാളിൽ പോയതാണ്, കുറേ വർഷമായി. പിന്നെ ഇതാ അവിടെ ഭയങ്കര മാറ്റം, പണ്ടത്തെ പോലെ ആയിരുന്നില്ല, നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഇരിക്കാനും എല്ലാം. പിന്നെ അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം എല്ലാവരും ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വന്നത്. അപ്പോൾ ഇതാ ഉമ്മമ്മയുടെ ഉമ്മ ഉമ്മാനോട് ഇങ്ങനെ ഈ പള്ളിയുടെ ഓരോ കഥകളും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുക, കൂടെ ഞാനും അതെല്ലാം കേൾക്കുകയാണ്. നമുക്ക് അധികം ഒന്നും അറിയില്ല. അപ്പോൾ ആളിങ്ങനെ പറയുന്ന ഓരോ കഥകളെല്ലാം കേട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു സ്ഥലം, ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ട് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളിതാ തിരിച്ച് പാലക്കാട് വരുന്ന ടൈമിൽ എല്ലാവർക്കും ചായയൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഹൈവേയിൽ നിർത്തി. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാമെന്ന് പറഞ്ഞിറങ്ങി. അപ്പോൾ ഇതാ ഞങ്ങൾ പഴംപൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പഴംപൊരിയൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ഈ മിക്സ്ചറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു. പിന്നെ ഒരു ചിപ്സ്, അതിലിങ്ങനെ മറ്റേ ഫുൾ ചില്ലി പൗഡറൊക്കെ ആയിട്ടൊരു, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ചിപ്സ്, അത് നല്ല രസമായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ആലത്തൂരുള്ള മലബാർ വൈറ്റ് ഹൗസിൽ പോയി. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അവിടെ നല്ല ആദ്യമായിട്ടായിരുന്നു അങ്ങോട്ട് പോണത്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ, നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു അവിടെ. ഞങ്ങളവിടെ എത്തി, ഇതാ എല്ലാവരും ഇറങ്ങി. പിന്നെ ഉള്ളിലും നല്ല ആംബിയൻസ്, നല്ല രസമായിരുന്നു, നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഹാൻഡ് വാഷിൻ്റെ അവിടെ ആണെങ്കിലും നല്ല ഒരു എസ്തെറ്റിക് ആയിട്ടുണ്ടായിരുന്നു, നല്ല രസം. മിററും എല്ലാം
നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരിങ്ങനെ ഞങ്ങളൊരു 11 പേരുള്ള കാരണം കൊണ്ട് അവർ ഞങ്ങൾക്കിങ്ങനെ സീറ്റ്സൊക്കെ ചെയറൊക്കെ ഇട്ട് റെഡിയാക്കി തന്നു. പിന്നെ ഇതാ ഫുഡ് പിന്നെ ഇതാ ഉമ്മമ്മയുടെ ഉമ്മ, ഞങ്ങൾ കുട്ടമ്മ എന്നാണ് വിളിക്കുക. ആളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, ഇങ്ങനെ ഫുൾ പുറത്തൊക്കെ വന്ന് ആൾക്കൊരു ഭയങ്കര ഒരു എനർജറ്റിക് ഫീലായിരുന്നു. പിന്നെ ഇതാ ഒരു കനൽ ചിക്കൻ, അങ്ങനെ ഒരു പുതിയ ചിക്കൻ വന്നു. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ മറന്നു. പൊതുവേ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ഫോട്ടോസ് വീഡിയോസൊന്നും എടുക്കാറുള്ളൂ. അപ്പോൾ ഈ വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ മറന്നുപോയി. അപ്പോൾ കുട്ടമാമയാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്, വ്ളോഗ് എടുക്കുന്നില്ലേ എന്ന്. അങ്ങനെ ഇതാണ് കനൽ ചിക്കൻ. പിന്നെ അവരുടെ സ്പെഷ്യൽ സുൽത്താന ഫ്രൈഡ് റൈസ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ചില്ലി ചിക്കൻ പറഞ്ഞിരുന്നു, ബീഫ് പറഞ്ഞിരുന്നു, എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ന്യൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീറ്റ് പൊറോട്ട ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ സുൽത്താന ഫ്രൈഡ് റൈസ് അതൊരു സ്പെഷ്യൽ സാധനമാണ് അവരുടെ എന്ന് പറഞ്ഞു, അത് കൊള്ളാം. പിന്നെ കനൽ ചിക്കനാവട്ടെ എല്ലാം രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി, നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് വേഗം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. കാരണം വേഗം ഫുഡ് കഴിച്ചിറങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ സിനിമയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എരുമയൂരുള്ള സ്നേഹ സിനിമസിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് സിനിമ കാണാൻ പോയി. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ കുട്ടമ്മയൊക്കെയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. ആൾ സിനിമയ്ക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഗ്രാൻഡ് പാരൻസിനെയും എല്ലാവരും ഒത്തും ഇങ്ങനെ പുറത്ത് പോകണം. കാരണം അതൊക്കെ അവർക്കൊരു ഭയങ്കര രസമായിരിക്കും, അവരൊക്കെ അത് ഒരുപാട് എൻജോയ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പള്ളി പോയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ തന്നെ ആൾ ഭയങ്കര ഉഷാറായിരുന്നു. ഇങ്ങനെ ഒരു പുറത്ത് വന്ന് ഫുഡ് കഴിക്കുക, അതൊക്കെ അവർക്കൊരു ഇതാണ്. കാരണം എപ്പോഴും വീട്ടിലിരുന്ന് പുറത്ത് വരുമ്പോൾ അവർക്ക് വേറൊരു ഫീല് തന്നെയാണ്. പിന്നെ മൂവിയൊക്കെ കാണാൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് ആയിട്ട് മൂവി എൻജോയ് ചെയ്തത് കുട്ടമ്മ തന്നെയായിരിക്കും എല്ലാവർക്കും. ഞങ്ങൾക്ക് പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മൂവിയായിരുന്നു, നല്ല കോമഡി എൻ്റർടൈനിങ് മൂവി. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി, കുറേ ചിരിച്ചു ഞങ്ങളൊക്കെ. എല്ലാവരും തിയേറ്റർ മൊത്തം എല്ലാവരും ചിരിയായിരുന്നു എല്ലാവരും. പിന്നെ അതിൽ ഹീറോസൊക്കെ ആണെങ്കിലും എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്, നല്ലൊരു മൂവിയായിരുന്നു. പിന്നെ ഇൻ്റർവെൽ ടൈമൊക്കെ ആയി. അപ്പോൾ ഞങ്ങളിതാ മൂവിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ മൂവിയുടെ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു, ഇത് രസമായിരുന്നു. പിന്നെ ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവെല്ലിന്. അങ്ങനെ ഞങ്ങളിതെല്ലാവരും കൂടെ പോപ്കോണൊക്കെ കഴിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ എത്രയൊക്കെ തിരക്കാണെങ്കിലും എന്തെങ്കിലും കുറച്ച് ടൈം നമ്മുടെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കുക. കാരണം അത് നമുക്കും ഒരു നല്ല റിലാക്സിങ് ആയിരിക്കും, അവർക്കും ഒരു ഹാപ്പിനെസ്സാണ്. ഇപ്പം കുട്ടമ്മേനാവട്ടെ ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഇന്നത്തേക്കാളും 2 ഇരട്ടി എനർജി കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ബൈ.